ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ വളരെ സന്തോഷത്തോടെ എടുക്കുന്ന വ്ളോഗാണത്. എൻ്റെ മനസ്സിലും എൻ്റെ മുഖത്തൊക്കെയുള്ള സന്തോഷങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ 3-4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ സർക്കിളും കാര്യങ്ങളൊക്കെ തുടങ്ങിയ ഇതിൻ്റെ ബിൽഡേഴ്സ് ഉണ്ട്, ഇതിൻ്റെ ഫൈൻഡേഴ്സ് എന്നൊക്കെ പറയില്ലേ, അല്ല ഫൗണ്ടേഴ്സ്. അപ്പോൾ ഇത് ഫൗണ്ട് ചെയ്ത കുറച്ച് ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്, 3 ആളും. അപ്പോൾ 3 ആളെയും ഒരു ഫ്രെയിമിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരാൾ ജോർജിയയിലാണ്, ഒരാൾ കാനഡയിലാണ്, ഒരാൾ PSCക്ക് പഠിക്കുകയാണ്. അപ്പോൾ 3 ആളെ ഒരു ഫ്രെയിമിൽ ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കിട്ടിയപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ആദ്യം ബാസിൽക്കാണ് ക്ഷണിക്കുന്നു. ബാസിൽക്ക് വരൂ ഫസ്റ്റ്. ഞാനിരിക്കണ്ട അത് കാടികൾ എന്താ കയ്യില് ഇത് അണ്ടിപ്പരിപ്പ്. എന്താ വെച്ചാല് ഒരു പ്രത്യേകത അണ്ടിപ്പരിപ്പാണ്. അതായത് ഇതിപ്പോ ഇന്ന് പെരുന്നാളിന് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി ഈച്ചുണ്ടാക്കിയ സാധനമാണ്. അതായത് നമ്മൾ 2 കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. വരുന്ന ആൾക്ക് ക്ഷമ ഉണ്ടല്ലോ എന്ന് ഇതും അറിയാം. കാരണം ഇത് തൊലിച്ചെങ്കിൽ എന്തോളോ ഒരു ചുറ്റിക്കാണ്. കാരണം ഇത്രയും ചുറ്റിയുണ്ട് ഇതിന്മേ. ചുറ്റി തുറന്ന് ഇത് പല്ല് കുടുങ്ങാണെങ്കിൽ കുത്താലോ പല്ല് കുത്തി എന്തുണ്ട് ഇതിന്മേ തന്നെ കമ്പനി ഫിറ്റഡ് ആണ്. ഈ അണ്ടിപ്പരിപ്പ് ഒരു കടല അജുഫാനിൽ വരെ കിട്ടൂല. ഗ്യാരണ്ടി. അല്ലെങ്കിൽ അജുഫാന്റെ ഓണർ ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ഇട്ടാ കാരണം ഈ പ്രൊഡക്റ്റ് എവിടെയും കിട്ടൂല. അതെ അതെ, ഈ വണ്ടി വേറെ ഒരാളുടെ കയ്യിലില്ല. ഇതെന്താണ് ഇത് നമ്മളായിട്ട് ഉണ്ടാക്കി. മറ്റേ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ മെഷീനിൽ കൂടെ വരുന്ന അണ്ടിപ്പരിപ്പ്. പക്ഷേ ഇത് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇത് കുത്തിക്കയറ്റി ചുറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹാൻഡ്മെയ്ഡ് ഓതന്റിക് ഹാൻഡ്മെയ്ഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഒരു PSC ഉൾവരങ്ങളിലേക്ക് വനവാസത്തിലേക്ക് PSC പഠിക്കട്ടെ. അപ്പൊ PSC പഠിക്കലിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ലൈമാക്സ് ആയി. ഒരു കാര്യം മനസ്സിലായി, പരീക്ഷ അടുത്ത മാസമാണ്. ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും പ്രാർത്ഥിക്കോണ്ടി. എനിക്ക് ഇപ്പത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഈ അടുത്തൊന്നും കിട്ടൂലെന്ന് തോന്നുന്നു. പഠിച്ചിട്ടും കൂടെ എത്തുന്നില്ല. അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. ഞങ്ങള് തളരൂല, നമ്മൾ ട്രൈ ആക്കും മാക്സിമം. അപ്പം 2-3 കൊല്ലത്തിനുള്ളിലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മള് കല്യാണത്തിന് അരമണിക്കൂറിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും. അരമണിക്കൂർ ഫുൾ. അതായത് നിങ്ങളൊക്കെ 2 ദിവസം നിന്ന് പണിയെടുത്തിനെക്കാളും അരമണിക്കൂറിന്റെ സാന്നിധ്യം നടക്കും. അവിടെ കാണുന്നവർക്ക് എന്ത് വിചാരിക്കും, ഇവൻ തന്നെ ഇവിടെ മെയിൻ ആയിരുന്നു. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് 2 ദിവസം നിന്ന് പണിയെടുത്ത പണിക്ക് അരമണിക്കൂർ കൊണ്ട് നിങ്ങളൊക്കെ വേരുന്നോലെ ഇരുത്താനും പുടിച്ചാനും ഇരുത്താനും ചോറ് വിളമ്പാനും വെള്ളം കൊടുക്കാനും വേരുന്നോലെ സ്വീകരിക്കാനും സ്റ്റേജിമത്തെ കാര്യങ്ങള് ഡെക്കറേഷൻ ഫുള്ള് ഞാൻ തന്നെ കഴിക്കാനും ആകെ ജഗ പോകാം. ഫുൾ എവിടെ നോക്കിയാലും ഇന്നെ കാണുന്നത് അരമണിക്കൂറുണ്ട്. അപ്പൊ അരമണിക്കൂർ ബാസിലിന്റെ സ്റ്റേജ് ഇട്ടും ബാസിലിന്റെ അവിടെ കല്യാണ പാട്ടുകൾ പാടും, മുട്ടിപ്പാട്ട് ഉണ്ടാവും. ബാസിലിന്റെ ഫ്രീ ആയിട്ട് ടൈം കിട്ടിയ ബാസിലിനെ കിട്ടും. അതിപ്പോ നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ അരമണിക്കൂർ അർഷുന്റെ പെരക്കര വളമ്പോ തന്നെ കേൾക്കും ചെമ്പൊക്കെ എല്ലപ്പം. അതായത് ബിരിയാണി ഇങ്ങനെ വളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ബിരിയാണി ഒക്കെ വേറെ പറ്റിക്കട്ടെ ആ ചെമ്മണി കഴിക്കും. മാറ്റിക്കൂട്ടോ മറന്നു കെട്ടിയാലോ. അപ്പൊ പാവം പഠിച്ചോണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും PSC പരീക്ഷയ്ക്ക് പഠിച്ചോണ്ടെങ്കിൽ ബാസിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചവനെ പരീക്ഷയ്ക്ക് പാസ്സാണ് നല്ല രീതിയിൽ പഠിച്ചോണ്ട് പ്രാർത്ഥിക്കുക. അടുത്ത ആള് അർഷു ബാബ. അപ്പൊ 2-3 ദിവസമായിട്ട് വ്ളോഗിൽ കാണുന്ന വ്യക്തി തന്നെയാണ്. അപ്പം ഇതൊക്കെ തുടക്കത്ത് പോയ ആൾക്കാരിൽ വരുന്ന 3 ആൾക്കാരിൽ ഒരാളാണ് കേട്ടോ. ഒന്ന് ബാസില്, ഒന്ന് അർഷു. അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്ന ടൈം മുതൽ എനിക്ക് 8ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ പരിചയമുള്ള ആളാണ്. അർഷുവിന്റെ സീനിയറാണ്. എങ്ങനെ അസുറോ എക്സാം വെച്ചിട്ട് പറഞ്ഞു ഇതില് ടോപ്പ് മാർക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 2 ഓറഞ്ച് സമ്മാനം തരും പറഞ്ഞു. അതില് അർഷുവിനും ഓനും സെയിം മാർക്ക്. അതിൽ അർഷു എന്ത് ചെയ്ത് ഡാനിഷിനും അർഷുവിനും സെയിം മാർക്ക്. അതിൽ അർഷു എന്ത് ചെയ്ത് ഇന്റെ ഒരു മാർക്ക് തെറ്റാക്കി കാണാണ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ് പറഞ്ഞാൽ കച്ചറോടി. അതിൽ മൂപ്പര് പറഞ്ഞത് അത് ശരിയൊന്നല്ല, അത് തെറ്റാണ് പറഞ്ഞു. അതിൽ ഡാനിഷ് പറഞ്ഞു എനിക്ക് ഓറഞ്ച് കിട്ടിയേ പറഞ്ഞു. അതിൽ ബാക്കിയുള്ള ഒരു ഓറഞ്ച് എടുത്ത് കണ്ണൊക്കെ പറഞ്ഞു ഇഞ്ചി എടുത്തോന്നായ ഓറഞ്ച് ഇപ്പൊ മറ്റേ ആളെ ഇനി ഇപ്പൊ നമ്മളിപ്പം പഠിച്ചാലും കുട്ടികളെ കണ്ടല്ലോ പരീക്ഷ ഇറങ്ങി വരുമ്പോൾ ഞാൻ ഒന്നും എഴുതില്ല ഏടാന്നൊക്കെ പറഞ്ഞു. പരീക്ഷ വന്ന് മാർക്ക് കണ്ട പരീക്ഷ ചോടെ കേട്ടോ ഒന്നും കിട്ടില്ല. അവസാനം വെച്ച് ആകെ ഒരു തുണിയൊക്കെ എടുത്ത് എഴുതാൻ വരിക. ലാസ്റ്റ് വെച്ചിട്ട് തുണിന്റെ ഉള്ളിലൊക്കെ ഫുള്ള് കോപ്പികളൊക്കെ വെച്ച് വരും. എന്നിട്ട് വല്ല ടീച്ചർ എടാ എന്താ കണ്ണിനെന്താ
കാഴ്ച പോയാ കണ്ണാടിയാണ് പോയി ജി മയത്ത് കൂളിംഗ് ഗ്ലാസ് ഇട്ട് വന്നോ ചളി ഇറച്ചാക്കാനോ പൊടി അടിക്കാൻ മയത്തോടെ പൊടി അങ്ങോട്ട് പോയല്ലേ ഈ അങ്ങനെട്ടാണ് അപ്പം അസറു ജോർജിയന്ന് വന്നാട്ടോ അസറു അർഷുവിന്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ജോർജിയന്ന് ടിക്കറ്റ് കൊടുത്ത് വന്നു അതൊന്നല്ല അർഷു ജോർജിയ നിങ്ങൾ പോയ സങ്കടത്തിൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ദുബല് കൊണ്ട് നിൽക്കാൻ പറ്റിയില്ല അപ്പൊ നേരെ പോന്നിട്ടോ 3 ദിവസത്തെ ഗ്യാപ്പിൽ നേരെ നാട്ടിലേക്ക് വന്നു ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് 3 ദിവസം ഞങ്ങളെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ട് നാട്ടിലേക്ക് നേരെ പോന്നിട്ടോ അപ്പം അർഷു എന്ന അർഷു കല്യാണം കഴിക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും അലമ്പന ഓന്റെ കല്യാണമായപ്പോ നോക്കി അടങ്ങി നിൽക്കാം പഴയ കോലപ്പിൽ ആരും കണ്ടിട്ടില്ല ഇപ്പൊ full decent. ഫുൾ ഡീസന്റ് കല്യാണം കൊടുക്കണം ലാസ്റ്റ് വെച്ച അടുത്ത ആഴ്ച കല്യാണം ഫുൾ പഴയതൊക്കെ ഡ്രൈവർ കല്യാണത്തിന്റെ ടൈം റീലിൽ കുത്തി കയറ്റി കല്യാണത്തിന്റെ ടൈമായ പള്ളി കമ്മിറ്റിയിൽ മൊത്തത്തിൽ നമ്മളൊന്ന് ആക്റ്റീവ് ആണ് അങ്ങനെ ഒരു സിസ്റ്റം അർഷുവിന്റെ പഴയ ഫോട്ടോസ് ഇവിടെ ഇന്നത്തെ ഗ്രൂപ്പ് ഇട്ടാ ആ കാണിച്ചു പോയാൽ മതി ഇല്ലല്ലോ നോ 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 അടുത്ത വ്ളോഗ് പിന്നെ വരും കേട്ടോ ബാക്കി വേറെ ഇതട്ടോ അർഷുവിന്റെ ഇത് അർഷുമ്മ ഇതൊക്കെ ചെറുത് അർഷു പെൺവേഷം കെട്ടി പെൺവേഷം കെട്ടിയത് ഞങ്ങളത് ആന്റെ പെങ്ങളും നല്ലത് ഇത് അർഷു ഇത് അർഷുവിന്റെ അർഷു NY അർഷു NY അർഷു NY ഇതൊന്നും ഇഞ്ചടുത്തും കൂടി ഇല്ല അതെന്താ പേര് ഫേസ്ബുക്കിൽ NY എന്നിട്ട് ന്യൂയോർക്ക് അന്ന് ഞാൻ ന്യൂയോർക്കിന്റെ കമ്പക്കാരൻ ഒന്നാം വയസ്സോ പ്ലസ് വൺ ആണ് ഇത് അമൽ കോളേജാ പ്ലസിന്റെ ചിഹ്നം കിട്ടുമല്ലോ ഇതുണ്ടല്ലോ ഒറ്റ കേക്കണ് വാങ്ങി 18 രൂപേന്റെ മറ്റല്ലേ ഒരു പീസ് ഇട്ടേ അതിന് വാങ്ങി ഞാൻ തന്നെ വെച്ചാ മുസ്തഫ സൗദി ഇത് ശരിക്കും ഞാൻ ഇരിക്കണ ഇവിടെ അല്ല ഇത് ഇതിന്റെ ഒറിജിനൽ ഇരുത്ത ഞാൻ റോട്ടിൽ ഇരിക്കണേ കമ്പനി ഇരുത്ത് പാടത്തേക്കാക്കി അസറിന്റെ പഴയ പരിപാടി ഈ ഫീൽഡ് നോർമൽ കൊണ്ട് ഇത് ചെയ്താണോ ഹൈറ്റ് എത്രയാണ് അസറൈൻ കാണുന്നുണ്ട് വണ്ടി അതായത് ഡ്രൈവർ ഇത് പണ്ടത്തെ ഇതിലിപ്പം ഡോക്ടറാ ഇപ്പം ഡോക്ടറാ ഓനൊക്കെ ഇരിക്കണോക്ക് അതിപ്പോ ഇജ്ജ് ഡോക്ടർ അല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലല്ലോ ഇതെത്താ ഇത് അന്റെ എല്ലാം എന്റെ അടുത്തുണ്ട് കഴിഞ്ഞ് ഇത് തായ്ലൻഡ് അല്ല അർഷു തായ്ലൻഡ് പോയാട്ടോ 2017 തായ്ലാൻഡ് പത്തായക്കാ. അപ്പം ഞങ്ങളെല്ലാരും ഇന്ന് മഹാരാജാസ് കോളേജ് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടോ വിജയ് സേതുപതിന്റെ അപ്പം മഹാരാജ കോളേജ് കാണാൻ പോവാട്ടെ ഞങ്ങള് സിനിമയോ ഇങ്ങോട്ട് ചായക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കൂല ഇനിയിപ്പോ തിയേറ്ററിൽ ഇവരെ കൂടെ പോകേണ്ടി വരും ഇവരെ എല്ലാരും കൂടി ടൈറ്റ് ആക്കുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്തന്നെ പന ശരിയാണ് അതിന്റെ തെളിവുകളോട് നടത്തണം അപ്പം നമ്മള് നേരെ മഹാരാജ കാണാൻ പോകട്ടോ അപ്പൊ അജുവദ് ഉണ്ട് അഫി ഉണ്ട് അസറുണ്ട് അർഷുണ്ട് ബാസിലുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രെയിമിന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം വീഡിയോയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾ ഇനി അവിടെ പോണതും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ കുറച്ച് മുമ്പ് ആരോ ചെയ്ത് തന്ന വർക്കാട്ടോ. അപ്പോൾ ഇതാ റിഫ ഇത് റിഫ ചെയ്തെന്ന വർക്കാട്ടോ. അപ്പൊ ചെയ്ത് തന്ന ടൈമില് അപ്പൊ ചെയ്ത് തന്ന ടൈമില് നമ്മൾ ഏത് BSc കഴിഞ്ഞ് പഠിച്ചേ? അപ്പൊ അന്ന് തന്ന ടൈമിൽ ആ കുട്ടിക്ക് ഞങ്ങൾ നാലാൾ ഒരേ ഫ്രെയിമിൽ കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ സെയിം ഫ്രെയിമില് ഇങ്ങനെ തന്നെ നിന്നാലോ ചിരിച്ച് അർഷ് ഇങ്ങനെ അങ്ങോട്ടോക്കി ചിരിച്ചു ഞാൻ ഇങ്ങനെ ഇജ്ജ് അങ്ങോട്ട് ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് നേരെ പോട്ടാ. ഇത് പോർച്ചുഗലിന്റെ ഞങ്ങൾ എടുക്കാൻ പോവാട്ടോ. കോപ്പ അമേരിക്ക ഞങ്ങൾ കൊടുക്കും. ഞങ്ങളെ ടീം കപ്പ് തരൂല എന്നെ അതിലെന്തോണ്ട് കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ടേ പടം കഴിഞ്ഞ റിവ്യൂ ഉണ്ട്. നല്ല പടമാണ് സേതുപതിയുടെ. അപ്പൊ പടത്തിന് പടങ്ങള് ആ പാട്ട് ഒഴിവാക്കിയടാ. അതാണ് ഭയ പോട്ടാ. വണ്ടി തന്നെ പടം ഏത് സ്ക്രീനില്ല? ഏത് സ്ക്രീനില്ല?
അപ്പൊ നേരെ അങ്ങോട്ട് പോയാ കേട്ടാ ബാബുതി. അപ്പൊ നമ്മള് വിജയ് സേതുപതിന്റെ മഹാരാജ എന്നുള്ള സിനിമയാണ് കണ്ടിറങ്ങിയത്. മാരക പടട്ടാ. ഫസ്റ്റ് ഹാഫ് ഉണ്ട് എന്റെ ഈ സീനിക്ക് പോകുന്ന കരുതി. പിന്നെന്താ സംഭവിച്ചു ബസ്സിലെ സംഭവം പടം രസമുണ്ട്. പക്ഷെങ്കിൽ ഡയറക്ടറിന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഡയറക്ടർ പടം എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഹനാൻ ബ്ലോഗ് എഡിറ്റ് ചെയ്യണമാണ് ഈ പടം. ഹനാൻ എങ്ങനെയാണ് ബ്ലോഗ് എഡിറ്റ് ചെയ്യുന്നത് അതേമാതിരിയാണ് പടം. ഇൻട്രോ ലാസ്റ്റ് കാരണം ലാസ്റ്റത്തെ ഭാഗം തുടക്കണ്ടാവും. പടം കഴിഞ്ഞു നേരത്തിനോട് പിന്നെയും തുടങ്ങും. പക്ഷെ ചെവി പുറത്തുള്ള ചെവിയാണ് ഹൈലൈറ്റ്. വേറെ പ്രത്യേകത ഈ സാധനം എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് റിവ്യൂ നടന്നിട്ടില്ല, അങ്ങനെ അപ്ലോഡ് ചെയ്ത് പടം നേരെ തിയേറ്ററിൽ വിട്ടേക്കാണ്. നമ്മള് പടം കഴിഞ്ഞു കരുതും. നമ്മൾ കഴിഞ്ഞു എന്ന് കയറുന്നിടത്താണ് പടം തുടങ്ങുന്നത്. ഞാൻ കരുതി ഫൈറ്റിംഗ് ഉണ്ടല്ലേടാ. നിങ്ങൾ ഇങ്ങോട്ട് വിജയ് ജോസായി അല്ലേ? ഞാൻ വില്ലിനൊക്കെ മെയിൻ നടൻ എന്ത് ചെയ്യണം? അടിച്ച് കൊന്ന്. ഇതൊരു എമോഷണൽ ത്രില്ലറാണ്. അത് പറ്റൂലേ, അത് നമുക്ക് പോവില്ല. ബാസിലേ അടി മാത്രമേ കളർ. ലാസ്റ്റത്തെ സീനിൽ ബാസിലുണ്ടതാ അർശുനോട് നോട്ടം. അർശുനോട് ഞാൻ പ്രഡിക്റ്റ് ചെയ്തിക്കണേ, ഇതാണ് സംവിധാനം ചെയ്ത് നോക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് ബിനാമിയാണ് നോക്കിനോട് ചോദിച്ചൊക്കെ. പാട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിക്ക് പോയിട്ട് എന്തായാലും ഒറ്റവട്ടം വൺ ടൈം വാച്ചപ്പോഴൊക്കെ ആണല്ലേ കണ്ടിരിക്കാം. അതായത് ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഫസ്റ്റ് ട്വിസ്റ്റ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോ നമുക്ക് തോന്നണത് ട്വിസ്റ്റ് ആണ്. ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകൾ. ഹലോ, എനിക്ക് പ്രശ്നപ്പെട്ടോ? അപ്പൊ ലോ ക്ലാസ്സിന് പ്രശ്നപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കെന്തോ ഞാൻ കരുതിയ മാതിരി അല്ലത് ഫൈറ്റും. മനസ്സിലായി. ഇത് എമോഷണൽ ഫൈറ്റ് നമുക്ക് പറ്റൂല. സീൻ ഫൈറ്റ് എനിക്ക് കുത്തിപ്പൊളി അടിച്ചു പൊളി. ടെർബോജോസ് മോഡൽ അതിന് പടം വരുന്നുണ്ട്. വേറെ പടം ടെർബോജോസ് അറിയാലോ? അല്ല, ഞാനേ 2 മാസത്തിന് ഒരു പറഞ്ഞില്ല. എങ്ങനെയൊക്കെയോ ലീവിന് വന്നാട്ടോ 2 മണിക്കൂർ ഗ്യാപ്പില് ലീവിന് എനിക്കും വേണ്ടി 2 മണിക്കൂർ കളിയെന്ന് പറഞ്ഞു. 2 മണിക്കൂർ അതേ ചോദിക്കുന്നുള്ളൂ എന്നൊക്കെ. പിന്നെ അർശുന എഴുതി വന്നാൽ മതി. എന്നിട്ട് കൊണ്ടതാണ് ഇതിന്. നമുക്ക് തിരിച്ചു കേട്ടോ, വീട്ടിൽ പോവാം. അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പിൽ ബാസിൽ സപ്പോർട്ട് ചെയ്യണത് പോർച്ചുഗലിനെയാണ്. വർഷങ്ങളായി. അതായത് അവൻ്റെ നാട്ടിൽ ആരെന്ത് വെച്ചിട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഒപ്പിച്ചിട്ട് പോർച്ചുഗലിൽ ഒരു ഫ്ലക്സ് കയറണേ ബാസിൽ ഒറ്റയ്ക്ക് വെക്കണ ഫ്ലക്സ് ഔട്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അവലോകനം ഈ ഒരു യൂറോ കപ്പിൽ? അവലോകനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ചെറുപ്പം മുതൽ ഇപ്പം സ്കൂൾ പഠിക്കണ അന്ന് മുതൽ ഞാൻ പോർച്ചുഗലാണ്. എൻ്റെ ഒപ്പം പഠിച്ചാൽ ഇപ്പോൾ ഇത് കേൾക്കണമെങ്കിൽ ഓൽക്കാരാം. ചെറുപ്പം മുതൽ 4ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് മുതൽ അന്ന് ഇന്നും നമ്മളെന്താണ്, നമ്മൾ പോർച്ചുഗലാണ്. ക്രിസ്ത്യാനോനെ കുറ്റം പറഞ്ഞിട്ട് നൗഫലിൻ്റെ തല ഞാൻ ചോറ്റുപാത്രം കൊണ്ട് അടിച്ചെറി ചെയ്തിരിക്കണം. കാരണം അന്ന് എനിക്ക് അത്രക്ക് ദേഷ്യം അങ്ങനെ പറയണത്. എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ ഇനി ഞാൻ ഒരു പെൺകുട്ടിന്റെ തല അടിച്ചു. ഞാൻ പറഞ്ഞേ എന്തോ പറഞ്ഞേ അതില് സച്ചിനെ പൊട്ടനല്ലേ 4ാം ക്ലാസ് എന്താണ് എന്താ പറഞ്ഞു? ഞാൻ പൊട്ടനാണ് പറഞ്ഞു. സച്ചിനെ പൊട്ടനാക്കിയാണല്ലോ പറഞ്ഞു. അതിലുള്ള പറഞ്ഞ സച്ചിനെ പൊട്ടനാക്കിയാൽ എന്താ കാട്ടോ? സച്ചിനെ പൊട്ടനാക്കിയാൽ ഞാൻ വേസ്റ്റ് കൊണ്ടിട്ട് തന്നെ അടിച്ചു പറഞ്ഞു. അന്നൊക്കെ ക്ലാസ്സിലായത് വേസ്റ്റ് കൊണ്ടല്ലോ. അതിലുള്ള വേസ്റ്റ് കൊണ്ടെടുത്ത് അടിച്ചു വെച്ചു സച്ചിനെ പൊട്ടനാക്കിയത്. ഞാൻ സച്ചിനെ പൊട്ടനാക്കിയാൽ സച്ചിൻ പൊട്ടനാണ് ഞാൻ അടിച്ചു പറഞ്ഞു. സച്ചിൻ പൊട്ടനാറ് വേസ്റ്റ് ഫുൾ ഇങ്ങനെ നിറഞ്ഞിറക്കാം. പഴയ പേപ്പറും ചെരലൊക്കെ കൊണ്ട് ചെരലിന്റെ പൊടിക്കല്ല അന്ന് ഇങ്ങനെ മുറത്തിൽ ചെരൽ എടുത്ത് കമത്തിയാണുള്ള തലമേ. പിന്നെ ഒറും പോയി അടിയൊക്കെ കിട്ടി എങ്ങനെയൊക്കെ തിരിച്ചു വന്നാ. എന്തായാലും എന്റെ ദേശം അവിടെ തീർന്നു. എനിക്ക് ടീച്ചർമാരെ കിട്ടിയോളൂ കണ്ടിട്ടില്ല. പക്ഷെ സച്ചിനെ പറയാൻ പാടില്ല. റൊണാൾഡോനെ പറയാൻ പാടില്ല. എന്നിട്ട് ഇന്റർവെല്ലൊക്കെ കോമഡി. അന്ന് എല്ലാവർക്കും മറ്റേ റബ്ബറിന്റെ ഷൂ ആണ്, ഈ റോഡണിക്കാർ ഇടുന്ന റബ്ബറിന്റെ ഷൂ. അത് ഇട്ടാണ്ട് കളിക്കും. എന്നിട്ട് ഇന്റർവെല്ലിന് എല്ലാ ക്ലാസ്സുകാരും ഒരു ഗ്രൗണ്ട് ഉണ്ടാവും. 4-5 ഗോൾ ഒരു പോസ്റ്റിലുണ്ടാവും. കാരണം എല്ലാ ക്ലാസ്സിന്റെ ഗോളുകളും ഉണ്ടാവും. എന്നിട്ട് ഞാനവിടെ കൊടുക്കും. ഇവര് അർജന്റീനയും ബ്രസീലിൽ നിന്ന് കളിക്കും, നമ്മള് പോർച്ചുഗലല്ലേ. അങ്ങനെ കുറച്ചേരം ഇതിലെടുക്കും, കുറച്ചേരം അതിലെടുക്കും. ചെറുപ്പത്തിലിട്ടോ. ഇപ്പൊ എനിക്ക് നമ്മള് അതിൽ നോക്കിയാൽ മാരെടുക്കും. പോർച്ചുഗൽ ഇട്ടൊരു കളി നമുക്കില്ല. അന്ന് 4-5 ഏത് പൊസിഷനിലാണ് നിങ്ങൾ കാണുന്നത് ഇപ്രാവശ്യം? എത്രാമത്തെ സ്ഥാനത്തുണ്ടാവും ഇപ്രാവശ്യം? ഞാൻ ചുരുക്കി പറഞ്ഞാല് നമുക്ക് നമ്മുടെ ടീമിന്റെ ഞാൻ അത് പറഞ്ഞുതരാം. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സങ്കടമായ ഒരു ഇതാണ് കഴിഞ്ഞ വേൾഡ് കപ്പ്. ഞാൻ പോയി കണ്ടത്. അതായത് ഒന്നും അല്ലാത്ത ആരും അറിയാത്ത ഒരു രാജ്യത്തിനെ ഇപ്പൊ നമ്മൾക്ക് ടീമിൽ കയറുമ്പോ കപ്പിന്റെ എണ്ണം കണ്ടോ നമുക്ക് കാണാൻ കപ്പില്ല. ഇനി അങ്ങനല്ല, നമുക്ക് ഫിഗോക്ക് ശേഷം ഈ പോർച്ചുഗൽ എന്ന രാജ്യത്തിനെ
ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടെങ്കിൽ അതിന്റെ കാരണം ക്രിസ്ത്യാനോ പറഞ്ഞ ഒറ്റ പ്ലെയറാണ്, അത്ര തന്നെ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയില്ല. അങ്ങനെ ഒരു പ്ലെയറെ എന്താ ഗാലറിയിൽ ഇരുത്താണ്ട് പോലും ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് ക്രിസ്ത്യാനോ കരഞ്ഞു പോയ ആ ഗ്രൗണ്ടിൽ നിന്ന് കയറി പോണ സീനുണ്ട്, അത് എപ്പോഴും നമ്മൾ ഉള്ളിലുണ്ട്. എനിക്ക് മാത്രമല്ല എല്ലാ ക്രിസ്ത്യാനോ ഫാൻസിനും ഉണ്ടാവും, അതുണ്ടാവും. കാരണം വെച്ചാൽ അത്രക്ക് സങ്കടം ഉണ്ടാവും. ഓർമ്മ ഉണ്ടാവും. ഓൻ ക്രിസ്ത്യാനോ ഫാൻ അല്ലെങ്കിലും ഓൻ ഓർമ്മ ഉണ്ടാവും. യൂറോ കപ്പ് നമ്മള് അല്ല അങ്ങനെയല്ല. അപ്പൊ എന്താ വെച്ചാല് ഒരു മനുഷ്യന് എത്രത്തോളം ഇത് അത് ക്രിസ്ത്യാനോ ആ ലാസ്റ്റത്തെ കളിക്ക് തോറ്റ് കയറി പോണ സീനൊക്കെ ഉണ്ടല്ലോ. അതായത് ഓ കയറി പോകുമ്പോൾ ടീം അംഗങ്ങൾ വരെ സമാധാനിപ്പിക്കാൻ പറ്റും. കാരണം അന്ന് അത്രത്തോളം ആഭ്യന്തര പ്രശ്നങ്ങൾ ടീമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കൽപ്പിച്ചൂട്ടി പാസ് ഇട്ട് കൊടുക്കുക, അതൊക്കെ എല്ലാവരും കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് നമ്മൾ അത്രത്തോളം വേദനപ്പെടുത്തിയൊരു സാധനമാണ്. അതിന് ശേഷം ക്രിസ്ത്യാനോ അൽ നാസർ പോയി. അന്ന് എന്തൊക്കെ കളിയാക്കലേനും ഓരോരുത്തർ അത് ഒരു അറേബ്യൻ ക്ലബ്ബിക്ക് എല്ലാരും അല്ല നമ്മളൊന്നും പറയില്ല. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ തൊള്ളത് നിന്ന് അത് ക്രിസ്ത്യാനോക്ക് എന്താ വെച്ചാൽ അപ്പത്തെ ഇതിനെന്താ വെച്ചാൽ അവന്റെ മാനസികപരമായിട്ട് ഇതിനൊക്കെ ഒരു ആവശ്യമില്ല, ഒരു മാറി നിക്കൽ വേണ്ടി ഒരിക്കലും അതെ സൗദിക്ക് ഒരു പോക്ക് ഒരിക്കലും പിന്നെ പ്രീമിയർ ലീഗ് പോലത്തെ ക്ലബ്ബുകൾക്ക് ഇതിലൊക്കെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം അത്രത്തോളം ഒരു മനുഷ്യനെ അടിച്ചമർത്തി താഴത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ഓൻ വന്ന് ഓന്റെ ഒരു ആർജവം കൊണ്ട് ഇപ്പൊ അടിച്ച് കയറി മറ്റേ പറഞ്ഞ ഇപ്പൊ ടോപ്പ് ലെവൽ തന്നെ കളിക്കണ ക്ലബില്, അത് ഏത് ക്ലബ് ആയിക്കോട്ടെ അതിൽ ടോപ്പ് ലെവലിലാക്കണത്. അതിമൊന്ന് വാങ്ങാനൊക്കെ വാങ്ങി ചെയ്തിരിക്കണേ. അതിൽ ആ ഫൈനൽ തോറ്റൊക്കെ നമുക്ക് സങ്കടമുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കളിച്ച ഫൈനലൊക്കെ. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്ലെയർ പിന്നെ ഈ പോർച്ചുഗൽ ഒന്നല്ലാത്ത രാജ്യത്തിന് ഇതുവരെ എത്തിച്ചിരിക്കണെങ്കിൽ ഇപ്പൊ ഈ യൂറോ കപ്പ് ഞങ്ങൾ ഒന്നും സ്വപ്നം കാണാത്ത ആൾക്കാർ 2016 യൂറോ കപ്പ് പുഷ്പം പോലെ നമുക്ക് ആ തരുന്ന സീനൊക്കെ ഇന്ന് നമ്മളെ ഉള്ളിലുണ്ട്. എഡറ ഗോൾ അടിച്ചതും അത് നമ്മൾ മറക്കാത്ത ഓരോ സീനുകളാണ് അതൊക്കെ. അത് ആ കരയത്ത് നിന്ന് ക്രിസ്ത്യാനോ കോച്ചിന്റെ മാതിരി നിന്നാണ്ടാ പറയുന്നതൊക്കെ ആ സീനൊക്കെ ഇപ്പൊ കണ്ടാൽ ഇപ്പോൾ എന്റെ കണക്കൂടെ വള്ളടി വരും. അതാണ് നമുക്ക് ക്രിസ്ത്യാനോ. അല്ല അങ്ങനെയല്ലേ എപ്പോഴല്ലേ, കാരണം ഇപ്പൊ കരഞ്ഞ പിന്നെ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അല്ല കോൺഫിഡൻസിന് മാറൂല. ഞാൻ ഇപ്പോഴും പറയില്ല. നമ്മള് അന്ന് ഇന്ന് ഇതേമാതിരി ഒറ്റയ്ക്ക് തന്നെ. ഇപ്പൊ നിങ്ങളെല്ലാരും വട്ടത്തിൽ നൽകി നമുക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിൽക്കും. നമ്മള് എന്റെ ഒക്കെ കളിക്കാര് കളിക്കണ കാണാല ഭാഗ്യങ്ങൾ എനിക്കുണ്ട്. ഇവിടെ അതില്ല എനിക്ക്. കളിക്കണുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റണില്ല. ശരിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞെന്താ വെച്ചാല് ചുരുക്കി പറയാം യൂറോ കപ്പിൽ എവിടെ എത്തും. അതാണ് ഇപ്പൊ ചുരുക്കി അല്ല നമ്മള് ഇതിനനുസരിച്ച് കപ്പടിക്കും. അതായത് നമ്മളെന്താ ഒരു ടീമിന് നമ്മൾ ചെറുതായി കാണില്ല, എല്ലാവരും നല്ല അത് ഒന്നിനൊന്ന് മെച്ചമുള്ള ടീമുകളാണ്. അപ്പൊ എന്നാലും നമ്മൾ പറയണേ നമ്മുടെ ടീം കപ്പടിക്കണം, നമ്മുടെ ആഗ്രഹം അടിക്കുന്നല്ലേ ആ കോൺഫിഡൻസ് തന്നെ നമ്മൾ ലാസ്റ്റ് വരെ നിൽക്കും. അത് എപ്പോഴാ തോൽക്കണം അതുവരെ നമ്മൾ അങ്ങനെ ക്രിസ്ത്യാനോ യൂറോ കപ്പിൽ ബ്രസീൽ എവിടെ എത്തും? ബ്രസീൽ അത് ഇവനോട് വെച്ചു പറഞ്ഞു. യൂറോ കപ്പിൽ ബ്രസീല് അല്ല നിങ്ങള് കോപ്പടിക്കോ ബ്രസീല്? പ്രതീക്ഷ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ 100% കോൺഫിഡൻസിൽ നമ്മൾ പറയാം. നമ്മൾ ക്രിസ്ത്യാനോ എല്ലായിടത്തോളം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ അത്രേ ഉള്ളൂ. ഒന്നും പറയല്ല അന്ന് തൊള്ളടൽ തുടങ്ങിയ അത് കഴിഞ്ഞിട്ടില്ല വേൾഡ് കപ്പ്, അതിന്റെ മുന്നത്തെ വേൾഡ് കപ്പ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ക്രിസ്ത്യാനോ നേരിട്ട് കാണുന്നില്ലത്. ആദ്യം അതെന്താ വെച്ചാൽ നമുക്ക് അത്രത്തോളം, അതായത് നമുക്ക് ഒന്നും ഉണ്ടായിട്ടല്ല, അത്രത്തോളം നമ്മളൊരു സ്വപ്നം നടക്കണ്, സ്വപ്ന തുല്യമായ നമുക്ക് അതേമാതിരി വേറെ കുറെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമ്മള് ഒരിക്കലും നടക്കൂല ഇരുത്തൊരു സാധനം. ഇത് എന്നെ വിളിച്ചാണ്ട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മല്ലേ, ടിക്കറ്റ് കിട്ടും. കാരണം അന്ന് എനിക്ക് പാസ്പോർട്ടും കൂടി ഇല്ല. കയറാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അന്ന് സ്കൂളിൽ നിന്ന് ഞാൻ ലീവ് എടുത്ത് ഉച്ചക്ക് ഇറങ്ങിയാണ്ട് നേരെ പോയിങ്ങാണ്ട് അതിന്റെ അപേക്ഷകളും കാര്യങ്ങളും കൊടുത്ത് ഒരാഴ്ച കൊണ്ട് ഞാൻ മലപ്പുറത്ത് കൊടുക്കാതെ കോഴിക്കോട് കൊടുത്ത്. എന്നിട്ട് കോഴിക്കോട്ടേക്ക് ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് സ്കൂട്ടി മേലൊക്കെ പോയി ഒക്കെ കൊടുത്ത് സെയിലാക്കി ഒരാഴ്ച കൊണ്ട് എന്തോ ഭാഗ്യത്തിന് എന്തായി പാസ്പോർട്ട് കിട്ടി. ആ കിട്ടിയ പോനെ വിളിച്ച് അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തോന്ന് പറഞ്ഞ് ഇന്നലെ പോയി. നാളെ സ്വിറ്റ്സർലൻഡും സ്വിറ്റ്സർലൻഡും പോർച്ചുഗലിലെ കളി അത് കണ്ടിട്ട് ഇന്ന് പോയി നാളെ കളി കണ്ട് മറ്റന്നാ തിരിച്ചു. അതായത് ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഖത്തർക്ക് വരുന്നത്, ഒറ്റ ദിവസത്തിന് വേണ്ടി. അത് ക്രിസ്ത്യാനോ കാണാൻ ആഗ്രഹം. ഞാൻ കളി കാണാൻ വന്നൊരു കഥ ഉണ്ട്. നെയ്മർ കളിച്ചില്ല. ടിക്കറ്റ് കിട്ടുന്നില്ല. ടിക്കറ്റ് ഞാൻ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞത്. അതിൽ ബ്രസീലിന്റെ ലാസ്റ്റത്തെ കളി ക്യാമറൂണിനോട് ഇട്ടാ. അതിൽ ക്യാമറൂണിലാണെങ്കിൽ അന്ന് ഫുള്ള് ഗാലറിയിൽ ഫുള്ള് ക്യാമറൂൺ ദൈവങ്ങള്, ആൾക്കാർ ഇങ്ങനെയുള്ള തൊപ്പിയും മറ്റേ കാളി
ക്യാമറൂന്റെ വെളിച്ചപ്പാടിന്റെ കാര്യം. അതിൽ ഞങ്ങൾക്ക് ആകെ ആദ്യം പാളിയെന്നോ ടിക്കറ്റ് എടുത്തു. അസുര ചോദിച്ചു എവിടെ ടിക്കറ്റ് വെച്ചു. ഞാൻ പറഞ്ഞു ഏലാണ് ടിക്കറ്റ് ആണ്. അതിൽ ഏന്ന് വിചാരിച്ചോ ഞാൻ അടിയിലാണ് അടിയിലാണ് എ വരുന്നേന്നാ ABCD ഞാൻ അങ്ങനെയാണ് കരുതി. അപ്പൊ നോക്കുമ്പോ ഏറിനപ്പോ എവിടെ അറിയോ ഞങ്ങൾക്ക് അടി ഞങ്ങൾക്കില്ലേ ഞങ്ങൾക്ക് അടിക്ക് എങ്ങനെ കണ്ടറിയോ നമുക്ക് ഉറുമ്പറന്നുള്ള നേരത്തെ കൂടെ അതേപോലെ ഞങ്ങൾക്ക് അവിടുന്ന് കളിയാണ്. ആരാണ് നിങ്ങൾ നോക്കുക ആരാണ് പന്ത് കൊണ്ടോണേ ടെലിസ്കോപ്പ് കൊണ്ടുവരേണ്ട അവസ്ഥയായി. എന്നിട്ട് അന്ന് 11 ഇട്ടിട്ടാ അന്നിട്ട് ബ്രസീലിന്റെ കോച്ച് എന്താ കാട്ടി അറിയോ അതുവരെ കളിച്ചോണ്ടിരുന്ന നല്ല ടീമിനെ 11 ആളിനെ കയറ്റി. ബ്രസീലിൽ ഉണ്ട് എന്ന് പോലും അറിയാത്ത കുറച്ചൊരു 11 ആൾക്കാരെ കയറ്റി വിട്ടു. എന്നിട്ട് ബ്രസീൽ കളിച്ചിട്ടും ആവണ്ടേ അവസാനം ഏതോ ക്യാമറൂൺ ദൈവം 96 മിനിറ്റിലാണ് ഗോൾ ഇട്ടു. അങ്ങനെ ക്യാമറൂൺ അബൂബക്കർ ഗോൾ ഇട്ടു. അതിൽ അബൂബക്കറുടെ ഗോൾ ഇട്ടപ്പോ ക്യാമറൂൺ ദൈവങ്ങളൊക്കെ അസറൊക്കെ ഞാനാണെങ്കിൽ ഞാൻ ജർമ്മൻ ഫാനാ. ഇവന്റെ പേരും കൊണ്ട് ബ്രസീലിന്റെ ജയിച്ചിട്ട് പോയി ഊരാ പോലും വേറെ ഒന്നും ഇല്ല അടിയിൽ ആ ജയിച്ചിട്ട് പോന്ന് ക്യാമറൂൺ ദൈവങ്ങളെ ബ്രസീൽ സോറി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു നല്ല തടി തപ്പി കഴിച്ചു. ഇന്ത്യയിൽ ജനിച്ചിട്ട് തോൽക്കുന്ന ടീമിനെ സപ്പോർട്ട് ഖത്തർ വരെ പോയ അവസ്ഥ. എന്നിട്ട് അങ്ങനെ പോന്ന് അതിൽ അസുർ 93-ാം മിനിറ്റില് അനക്ക് ആ ഗോള് കിട്ടിക്കണോ? ഗോള് കണ്ടിട്ടാ പോയതില്ലേ? ഗോള് കണ്ട് 10 മിനിറ്റ് അസുറിന് ഗതി മനസ്സിലായി കാര്യം ടിക്കറ്റ് മുന്നിക്കാക്കാൻ പറ്റുമെന്നൊക്കെ നോക്കി കുറെ ഇടങ്ങാറായി. പക്ഷെ ഹാഫ് ടൈം കഴിഞ്ഞതിന്റെ ശേഷം പറ്റും പറഞ്ഞു നോക്കാറുണ്ട്. പക്ഷെ ഹാഫ് ടൈം കഴിഞ്ഞ ശേഷം ഒരു ഗോൾ അടിച്ച് പിന്നെ നമ്മൾ മുന്നിൽ അദ്ദേഹം വരുന്നേ അതായത് നമ്മളന്ന് വേൾഡ് കപ്പിന് സമയത്ത് അതിന്റെ ഉള്ളിൽ കൂടെ വോളണ്ടിയേഴ്സ് ആയിട്ട് കുറെ മലയാളി കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ മലയാളി കുട്ടികളൊക്കെ അല്ല അതല്ല ഫുള്ള് കുറെ ചെക്കന്മാരും ഇതൊക്കെ ഉണ്ട് പല കോളേജിൽ നിന്നൊക്കെ ഇന്റേൺഷിപ്പിന് വരുന്ന അങ്ങനത്തെ കുറെ ചെക്കന്മാര് ഇതൊക്കെ ഉണ്ട്. അല്ല അങ്ങനെയല്ല എന്താണ് ഓല് നമുക്ക് കുറെ ഹെൽപ്പ് ചെയ്ത് നിൽക്കണം അതിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ ഓല് കാണണ്ടി ഓൽക്ക് അറിയാം ചെയ്തെന്നൊക്കെ അതേമാതിരി അബുദാബി എയർപോർട്ടിൽ നിന്നൊക്കെ നമ്മളെ ഇതാക്കാൻ കുറെ ആൾക്കാർ അവിടെ വർക്ക് ചെയ്തതിനൊക്കെ സ്വീകരിക്കാനല്ല അവിടെ നമുക്ക് ഓരോന്ന് പെട്ടെന്ന് അബുദാബി അല്ലടാ ഖത്തർ. അവസാനം അസർ എന്താ പറയാ അബൂബക്കർ ഗോൾട്ട് ക്യാമറ ദൈവങ്ങളെ എന്തോ ആചാരം പോലെ ചെല്ലി പാടലൊക്കെ തുടങ്ങി. ഓലതായ രാഗങ്ങളൊക്കെ ചെല്ലി പാടൽ തുടങ്ങി. അസുർ പറഞ്ഞേ ഇപ്പൊ വിട്ടൊരു മെട്രോ ഉണ്ട് അത് കഴിഞ്ഞാൽ ആ മെട്രോ ഫോൺ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ബ്രസീലിന്റെ വല്ല ഗാനങ്ങളുണ്ടോ ബ്രസീൽ സോങ്സ് ടു മലയാളം ട്രാൻസ്ലേറ്റ് ബ്രസീൽ സോങ്സ് ടു സിംഗിങ് സ്റ്റേഡിയം ബ്രസീൽ സ്റ്റേഡിയം സോങ്സ് ബ്രസീൽ സ്റ്റേഡിയം സോങ്സ്. മെല്ലെ കളി കഴിഞ്ഞ് മെല്ലെ നാക്കിൽ കളി കഴിഞ്ഞിട്ടില്ല കളി കഴിഞ്ഞതിന് മുമ്പേ ഇപ്പത്തെ മെട്രോയിൽ ഇട്ടലിന്റെ ഫ്ലൈറ്റിന് കറക്റ്റ് ഈ മെട്രോ നേരെ എയർപോർട്ടിൽ കൊണ്ടുവരണേ ഇങ്ങനെ പോയി. ഞാനിപ്പന്റെ വാക്കും കേട്ട് ബ്രസീലിന്റെ ജയിച്ചിട്ടാണ് ഇപ്പൊ നേരത്തെ മിന്നി ആരും കാണല്ല ആൾക്കാർ ഫുള്ള് ഇന്റെ തലമേ അങ്ങനെ അനാൻസദ ബ്രസീലിന്റെ അനാൻസദ ബ്രസീലല്ല ആനാനൊക്കെ ബ്രസീലെ പൊട്ടൊക്കെ ഫുള്ള് അർജന്റീന എങ്ങനെയൊക്കെയോ കഴിച്ചില്ല അന്ന് ഇല്ലാത്ത ടീമിന്റെ മാനക്കേട് ഫുള്ള് കഴിച്ചില്ല അതൊക്കെ ഇട്ടാണ് പോയത്. പിന്നെ അന്ന് തെമീം രാജാവിനെ കാണാൻ പറ്റി അതൊക്കെ ക്രിസ്ത്യാനോ വരുന്നതിനെക്കാട്ടിലും എന്റെ ജീവിതത്തിൽ അതെനിക്ക് നേരിട്ടാണ് പറ്റും. അതായത് 73-ാം മിനിറ്റിലേറ്റ് ക്രിസ്ത്യാനോ ഒന്ന് ഇറങ്ങണം എന്റെ ഓർമ്മ ശരിയെങ്കിൽ മാറ്റം അറിയില്ല. അതുവരെ അതായത് അവിടെ കുറെ പ്ലേയേഴ്സ് വന്നു കയറുന്നുണ്ട് പോണുണ്ട് അതേമാതിരി ഒരു കളി ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴുള്ള സപ്പോർട്ടും ക്രിസ്ത്യാനോ അങ്ങോട്ട് വന്ന സമയത്ത് തല മൂത്ത നരച്ച തലികെട്ടിൽ അറബികൾ വരെ നീച്ചുന്നുണ്ട്. അതായത് സ്റ്റേഡിയം മൊത്തം 73-ാം മിനിറ്റില് റൊണാൾഡോ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ വിളിക്കട്ടോ. 73-ാം മിനിറ്റില് കോച്ച് എന്ത് ചെയ്തു റൊണാൾഡോനെ വാമയാൻ വിട്ടു. ആ ഡഗ് ഔട്ടിൽ നിന്ന് റൊണാൾഡോ അങ്ങോട്ട് നീച്ചിട്ട് ചെസ്റ്റ് വിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടം ഓടിക്കും. ആ ഓട്ടത്തിന്റെ സമയത്തുണ്ടല്ല തല മൂത്ത അറബിയാള് വരെ എണീറ്റ് നിന്നിട്ടുണ്ടല്ല കൈയടിച്ചിട്ടും തലമത്തെ സാധനം ഊരി വീശിട്ടും അതായത് സ്റ്റേഡിയം പറിച്ചു പ്രാക്ടിക്കൽ ഓൾ കേരള പ്രാക്ടിക്കൽ അത് നിങ്ങൾ പുറത്തങ്ങനല്ലേ തമ്മിലുള്ള അന്തർധാര സജീവമാണ്. ഞങ്ങൾ പോർച്ചുഗൽ ബ്രസീൽ ഫാൻസും ബ്രസീൽ പോർച്ചുഗൽ ഫാൻസും എന്തൊക്കെ പറഞ്ഞാലും അതായത് നമ്മൾക്കൊരു നല്ല യുഗത്തിന്റെ കളി എല്ലാവരും പറയുന്ന സത്യം ക്രിസ്ത്യാനോന്റെ എൻഡിങ്ങിലേക്ക് പോകണേ. അത് നമുക്ക്
അങ്ങനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം എന്താ പറയുക, നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മെസ്സി ഫാൻസ് ആയാലും ക്രിസ്ത്യാനോ ഫാൻസ് ആയാലും ഒരു പണ്ടത്തെ മാതിരി ഒരു ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതില്ല. അതൊരു ഇതിലെത്തി. കാരണം എല്ലാവർക്കും തിരിച്ചറിയാൻ തുടങ്ങി, രണ്ടാളത് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ക്രിസ്ത്യാനോ ഒക്കെ ഈ യൂറോ കപ്പിലൊക്കെ നല്ല പെർഫോം ചെയ്യാൻ പറ്റട്ടെ, ഒരു ലെവൽ ഇപ്പോൾ കപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു നല്ല ലെവലിലേക്ക് കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കിട്ടും. ഈ സെയിം വീഡിയോ കുറച്ച് ബാക്ക് അടിച്ച് കാണാം, അപ്പോൾ തൊള്ളെന്തേനി ഈ സമയത്തേക്ക് എത്തുമ്പോൾ അല്ല അങ്ങനെയല്ല, കിട്ടും. അതിന് നമ്മളൊരു അടി ബാക്ക് വെക്കില്ല. നമ്മൾ അങ്ങനെ തന്നെയാണ്. അത് ക്രിസ്ത്യാനോന്റെ കോൺഫിഡൻസ് ആണ് നമുക്കുള്ളത്, ഫാൻസിനുള്ളത്. അല്ല അതല്ല, ചാമ്പ്യൻസ് ലീഗില് 2 ഗോൾ അഗ്രിഗേറ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചിരിക്കുന്ന സമയത്ത് കളി തുടങ്ങുന്നതിന് മുമ്പ് ആരാധകരോട് ആഘോഷിക്കാതെ പരിപാടി വാങ്ങിക്കൊള്ളുന്ന ആളാണ് ക്രിസ്ത്യാനോ. 2 തിരിച്ചു 2 ഗോള് തിരിച്ചിട്ടെടുത്ത് ലീഡും പിടിച്ചാണ്ട് അന്ന് ക്രിസ്ത്യാനോ ജയിച്ച് ഊരി നിൽക്കുന്ന ഒരു സീനുണ്ട്. ആ സ്റ്റീൽ ബോഡിയും കണ്ടിട്ട് അതേപോലെ അതെ. ഇതൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഞാൻ എന്താ വേണ്ടത്? ഒന്നുമല്ലാത്ത ഒരു രാജ്യത്തിന് ഈ കോലത്തിലാക്കി കളിച്ച ക്ലബ്ബുകളിൽ മുഴുവൻ അതിന്റെ ടോപ്പ് ലെവലിലെത്തി. ഞങ്ങൾക്ക് അതൊക്കെ തന്നെ ധാരാളമാണ്. കപ്പ് വേൾഡ് കപ്പ് ഇല്ല നല്ലോളൂ. വേൾഡ് കപ്പിൽ അതിതാ അടുത്ത വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ കളിക്കും. എന്താ വെച്ചേ അല്ല അനാണേ ഞാൻ പറഞ്ഞെ, അടുത്ത വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ കളിക്കും. കളിക്കണം. അതായത് കാരണം ഞാൻ സീനുണ്ടല്ലോ അത് ഞാൻ ഇപ്പോഴും മറക്കില്ല. കാരണം ഞാൻ ഡയറക്റ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഓനെ വാമിയാനാണ് ഇറങ്ങിയപ്പോണ്ടല്ലോ. അവിടെയുള്ള ആൾക്കാർ ജാതി മത ഭേദമന്യേ വർഗ വ്യത്യാസ ഭേദമന്യേ എല്ലാവരും എണീറ്റുന്നത്. അവിടുത്തെ മെയിൻ, അതായത് ഖത്തറത്തെ മെയിൻ ആൾക്കാർ, രാജാവ് എല്ലാവരും ഇരിക്കണ ഇത് നമുക്ക് കാണാം. അവിടെ എല്ലാ ആൾക്കാർ വരെ നീച്ചിന്ന് കൈയടിച്ച് ഓനെ വരുത്തിച്ചു. സീൻ ഞാൻ മറക്കില്ല. അത് സ്റ്റേഡിയം മറച്ച സീനാണ്. കാരണം നമ്മള് രോമാഞ്ചം താവണില്ല. അല്ല അത്രേ ഉള്ളൂ. ഇന്റെ ഒക്കെ താവായിട്ട് എന്നോട് പറയാ അടിച്ച താതിക്കണത് അത് താവണില്ല. കള്ളി കൈയോടെ അത് ഈ നൃത്തം അങ്ങനെ നിക്ക പൊന്തി എല്ലാ രോമ സകല രോമകൾ എടുത്ത് ഓരോ രോമ കുത്തിട്ട് രോമ പൊന്തി ഇങ്ങനെ രോമാഞ്ചം വന്നിട്ട് അല്ല ഇന്നത് നമ്മളില്ല മതി നമ്മൾ പറയാനല്ലോ. കരഞ്ഞു പോണ അഫിനോട് അഫിൻക്ക് മെസ്സേജ് എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ഓ കണ്ണിൽ വെള്ളം നിറച്ചാണ്ട് കരഞ്ഞ ഒരു ഇത്. അവസാനത്തെ മാച്ച് അത് തോൽക്കണ വരെ തോറ്റിട്ടും എനിക്ക് കണ്ണുനാളം വന്നിട്ടില്ലേ. അവസാനത്തെ റൊണാൾഡോ ഇങ്ങനെ പോയപ്പോ ഹാളെന്നാണ് ഞാൻ കാണുന്നത്. ഹാളന്ന് ഇങ്ങനെ മേശമോ ഇങ്ങനെ നോക്കിക്ക. ഇപ്പച്ചി അവിടെ കണ്ടു തുറക്കണ്ട കേട്ടോ. റൊണാൾഡോ ഇങ്ങനെ പോയാലും ഇപ്പച്ചി ഇന്നെ ഇങ്ങനെ നോക്കി. ഇന്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇന്റെ ഈച്ചുവിനും കണ്ടു സഹിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം സങ്കടം. ഞാനുണ്ടല്ലോ, ഞാൻ RCB തോറ്റപ്പെടല്ല കരഞ്ഞ് 2017 വരെ കരഞ്ഞ്, പിന്നെ കരഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതൊന്നും ആലോചിച്ച് നോക്കി, സ്വന്തം ടീമിലല്ലോ ഈ കോലാക്കിയ ഒരു പ്ലെയറിന്. അതായത് മാനസികമായിട്ട് ആ ഒരു പ്ലെയർ എത്ര ശാരീരികമായിട്ട് തളർത്തി. അത് മെസ്സിക്ക് അന്ന് അത് ഞമ്മക്ക് സങ്കടം തരും. മെസ്സിക്ക് അന്ന് അർജന്റീന കൊടുത്ത സപ്പോർട്ട്, ഡിമേരിയൊക്കെ അന്ന് ലാസ്റ്റ് കളിക്ക് ചത്ത് കളിച്ച് അതെ അതിന്റെ ഒരു 100-50% നമ്മൾ ടീമിന്റെ പ്ലേയേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടം ഇല്ലേ. എനിക്കൊക്കെ അന്ന് വെറുത്ത്, അതായത് ഈ പ്ലേയേഴ്സിനോട് വെറുപ്പ്, ബ്രൂണോനോട് നമുക്ക് മാനസികമായിട്ട്. കാരണം ആ ലാസ്റ്റ് ആ കോർട്ടിൽ നിന്നാണ് ക്രിസ്ത്യാനോ ഫ്രീ ബോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ടേ. ആ ബോൾ കൊടുക്കാതെ നമ്മൾ ഇന്നും മറക്കൂല. അതൊക്കെ കൊടുത്താൽ ഷുവർ ഗോളാണ്. എന്തുകൊണ്ട് കൊടുത്തില്ല? ഓലെ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ. പക്ഷേ അതുകൊണ്ടൊക്കെ നമുക്ക് ഭയങ്കര ഫീൽ. ഏതായാലും അതൊക്കെ റെഡി ആയിക്കാണ്ട് ഇപ്പോൾ ടീം നല്ല ഇതിൽ പോകുന്നുണ്ട്. ഇന്നലെ ക്രിസ്ത്യാനോ ഒരു പോസ്റ്റ് ഇട്ടിക്കണേ, ടീം മറ്റേ ബലൊക്കെ തോൾക്കൂടെ കൈയിട്ടാണ്ട് ഇങ്ങനെ പൊങ്ങിക്കണത്. അത് കണ്ടപ്പോൾ നമുക്ക് അത്ര സന്തോഷമുണ്ട്, മനസ്സൊക്കെ തരണം. അപ്പോൾ യൂറോ കപ്പിൽ മാക്സിമം കപ്പന്നെ അടിക്കും. പിന്നെ അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചയൊക്കെ മാറ്റട്ടെ. എന്നിട്ട് അടുത്ത വേൾഡ് കപ്പ് ഒരു വരവുണ്ട്. അപ്പൊ എല്ലാവരും ഏത് ടീമിന്റെ ഫാൻസ് ആണ് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയട്ടോ. പോർച്ചുഗൽ ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും രോമാഞ്ചം ഉണ്ടാവും. അതിൽ കമന്റ് ബോക്സിൽ കാണാം. പോർച്ചുഗൽ ഫാൻസ് എല്ലാവരും കിഡിലായിട്ട് പോർച്ചുഗൽ ഫാൻസ് പോർച്ചുഗലിന്റെ ഫ്ലാഗ് വെച്ച് കമന്റ് ഇടും. ക്രിസ്ത്യാനോട് പ്രത്യേകം പറയട്ടെ, വേറെ ടീം തോലും ആരെങ്കിലും ക്രിസ്ത്യാനോ ഫാൻസ് ഉണ്ടാവും. ആരൊക്കെ വന്നാലും പോയാലും ജർമ്മനി കളിക്കണ്ട് കപ്പ് നമ്മക്ക്. നമ്മളെ ഡയലോഗില്ല, കളി ഗ്രൗണ്ടിലാണ്. നമ്മളെ തമ്മിലൊന്നും കൂട്ടുണ്ട്, പോർച്ചുഗലും ജോർജിയും കേട്ടോ.
ഇത് ജോർജിയാണ്. ആരൊക്കെ അന്നം തരുന്ന നാട് ജോർജിയാണ്. ഇല്ലല്ല, കപ്പടിക്കൂല. ജോർജിയനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യണേ. നോയിക്കോ, അന്ന് പ്രാച്ചുകളും പോർച്ചുഗലും ഒന്നുമില്ല. കീറിയിടും. കാനഡ ഉണ്ട്, അതൊരു ഗ്രൂപ്പിലാണ്. അപ്പൊ എന്തായാലും വ്ളോഗ് കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ല രസകരമായ ഒരു വ്ളോഗാണ് തന്നെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.